അന്താരാഷ്ട്ര കായികവേദിയിൽ ഭാരതത്തിന്റെ ത്രിവർണ പതാക വാനോളമുയർത്തിയ കായിക താരങ്ങൾക്ക് മാതൃരാജ്യത്ത് ഉജ്ജ്വല സ്വീകരണം. ഡൽഹി IGI വിമാനത്താവളത്തിലെത്തിയ കായിക താരങ്ങളെ ആർമി ബാൻഡിന്റെ അകമ്പടിയോടും വലിയ ആഘോഷങ്ങളോടും കൂടിയാണ് രാജ്യം വരവേറ്റത്. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരതത്തിന്റെ കരുത്ത് ലോകത്തിനു മുന്നിൽ തെളിയിച്ച താരങ്ങൾ രാജ്യത്ത് മടങ്ങിയെത്തി. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്ത് ആഘോഷപൂർവമായ വരവേൽപ്പാണ് താരങ്ങൾക്ക് ലഭിച്ചത്. എയർപോർട്ടിന് പുറത്തേക്ക് എത്തിയപ്പോൾ ഭാരത് മാതാ കി ജയ് വിളികളോടെയാണ് ജനങ്ങൾ അവരെ എതിരേറ്റത്. കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണ പരിപാടികൾ ഒരുക്കിയിരുന്നത്. ഇന്ത്യൻ സേനയുടെ പ്രത്യേക ബാൻഡ് മേളവും ഭക്തിഗാനങ്ങളും അന്തരീക്ഷത്തിൽ വികാരനിർഭരമായ നിമിഷങ്ങൾ സൃഷ്ടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ കായിക മേഖലയ്ക്ക് നൽകുന്ന വൻ പിന്തുണയും ലോകോത്തര പരിശീലന സൗകര്യങ്ങളുമാണ് ഈ വിജയങ്ങൾക്ക് പിന്നിലെന്ന് താരങ്ങൾ പ്രതികരിച്ചു. രാജ്യത്തിനായി കൂടുതൽ സ്വർണ്ണ മെഡലുകൾ നേടുകയാണ് ഇനി ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. ये मेरी अभी तक की सबसे बेस्ट परफॉर्मेंस है और मुझे बहुत खुशी हो रही है कि मैंने कॉमनवेल्थ गेम्स में भारत का प्रतिनिधित्व करते हुए गोल्ड मेडल प्राप्त किया। मैं सभी को थैंक यू कहना चाहूँगी, मैं कोचिज को, फैमिली को और गांव वालों को इतना अच्छा स्वागत करने के लिए। अगला लक्ष्य है अभी नेक्स्ट मंथ में एशियन गेम्स गोल्ड मेडल, फिर से भारत का तिरंगा लहराना। बहुत ही अच्छा लगा कि उस दिन तो वो तिरंगा ऊपर जाया था तो ऐसा लगा था कि आज सब सारी मेहनत काम आई और ये मेडल मेरा नहीं पूरे देश का मेडल। सर काफी अच्छा लग रहा है, हमारे मतलब सब भिवानी से भी आए, हमारी फैमिली भी आई, कोचिज आए, गवर्नमेंट ऑफ हरियाणा से आए, आर्मी से आए, बहुत अच्छा लग रहा है। सर अगला लक्ष्य है कि मैं जिस तरह से भी मैंने कॉमनवेल्थ गेम्स में किया वैसे जितने भी हमारे कॉम्पिटिशन्स है, मेजर कॉम्पिटिशन्स, ऐसे ही मैं आगे और मेडल लाती रहूँ. കായിക രംഗത്ത് ഭാരതം കൈവരിക്കുന്ന വൻ കുതിച്ചുചാട്ടത്തിന്റെ വ്യക്തമായ തെളിവാണ് ഡൽഹിയിൽ കണ്ട ആവേശകരമായ നിമിഷങ്ങൾ. ജനം, ഡൽഹി.